നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പനിയൊക്കെ മാറി കേട്ടോ, ഉഷാറായി. സൗണ്ടിനൊക്കെ ഒരു ശകല പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചുമയൊക്കെ ഉണ്ട്. എനിക്ക് ചുമയ്ക്കാൻ പറ്റത്തില്ല. ചുമയ്ക്കുമ്പോൾ എനിക്ക് ശരീരം മുഴുവൻ വേദനയാവും. ഈ ചുമ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഏതായാലും 2-3 ദിവസം പനി ചേരിഞ്ഞ് അത്യാവശ്യതയായിട്ട് കിടന്നു. പക്ഷെ വലിയ ചൊട്ടലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഞാൻ എത്ര ദിവസമായി, ഞാൻ ചേട്ടനോട് പറയാം, ചേട്ടാ ഈ ഫുഡ് കഴിച്ചിട്ട് എത്ര ദിവസമായി, പക്ഷെ വല്ല ചൊട്ടലും ഉണ്ടോ ചേട്ടാ ഇത് കേട്ടോ. എവിടെ പാട്ടിന് കിടന്നാലും നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു ചൊട്ടലും ഇല്ല. അവരുടെ മിഷ്യൻ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ടും കേൾക്കാൻ വോൾട്ടേജ് വേരിയേഷനും വരുന്നുണ്ട് കേട്ടോ. സോറി. അപ്പം ഞാൻ ഉപ്പുകറ വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. 3-4 ദിവസമായിട്ട് പെരയ്ക്കകത്തേനെ ചടഞ്ഞു കൂടി ഇരിക്കുകയല്ലായിരുന്നു. കിടപ്പ് തന്നെയായിരുന്നു. ബെഡ്, പിന്നെ ആ കസര ബെഡ് അതായിരുന്നു എൻ്റെ ഒരു 2-3 ദിവസത്തെ പരിപാടി കേട്ടോ. അപ്പം വിഷുവൊക്കെ എല്ലാവരും നല്ലതായിട്ട് തകർത്തടിച്ച് ആഘോഷിക്കുകയാണെന്ന് കരുതുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒക്കെ നേരുന്നു. എനിക്ക് എന്നാ പറയുന്നത്, അമ്പലത്തിലൊന്നും പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇരുന്നാണെങ്കിലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചവരോടൊക്കെ ഒത്തിരി താങ്ക്സ്. വിഷസ് അറിയിച്ചവരോടൊക്കെ ഒത്തിരി താങ്ക്സ്. വാട്സപ്പ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നലെയൊക്കെ ആയിട്ടാണ് ഞാൻ വാട്സപ്പൊക്കെ നോക്കിയത്. ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളാരും ഐഫോൺ എടുത്തിട്ടോ എന്നാ പറയുന്നത് വീഡിയോയെക്കുറിച്ച് ഒന്നും അഭിപ്രായം പറയില്ല. കാരണം നല്ല വീഡിയോ എടുത്ത് ഇട്ടില്ലല്ലോ അല്ലേ, അതായിരിക്കും അല്ലേ നിങ്ങളാരും അഭിപ്രായം പറയാതിരുന്നത്. പക്ഷേ ഐഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് 1-2 അബദ്ധങ്ങളൊക്കെ പറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ മാതിരി അല്ല, ഐഫോണിനകത്ത് കുറേ വേറെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഈയിടെ പനി കാരണം എനിക്ക് മിനിങ്ങാന്നൊരു അബദ്ധം പറ്റി. വിഷുവിൻ്റെ അന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വിഷുവിൻ്റെ അന്ന് അതിന് 2-3 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പിന്നെ സുപ്രിയ സ്റ്റീൽ ഹൗസിൽ പോയത് മറ്റേ കട്ടപ്പനയിൽ. അപ്പോൾ അത് എഡിറ്റൊക്കെ ചെയ്തിട്ടേ ഞാൻ തന്നെ അറിയാണ്ട് പബ്ലിക്ക് കൊടുത്തു. തമ്മിലും ഒന്നും കൊടുക്കാൻ, അതെന്നു വെച്ചാൽ പനിയുടെ ഹാങ് ഓവറിൽ ശ്രദ്ധിച്ചില്ല. പക്ഷെ അന്നാലും തന്നെ യൂട്യൂബ് ഇത് നോട്ടിഫിക്കേഷൻ വിട്ടില്ല. എന്നിട്ടോ ഞാൻ അപ്പം തന്നെ അത് പ്രൈവറ്റ് ആക്കി വെച്ചു. പക്ഷെ ഉണ്ടല്ലോ, ഇന്ന് ആ വീഡിയോ ഇട്ടിട്ട് ഒരു മനുഷ്യർ പോലും കയറി കാണുന്നില്ല. നോട്ടിഫിക്കേഷൻ ചെല്ലികളായിട്ടാന്ന് തോന്നുന്നു. അപ്പം യൂട്യൂബ് കുറേ അധികം കാര്യങ്ങൾ റൂൾസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് ഈ ചാനലിനകത്ത് വീഡിയോ ഇടയിലും പരിപാടി കാര്യങ്ങളൊക്കെ ഇച്ചിരി ഭയങ്കര പാടാണ്. എന്നാലും നമ്മൾ ഐഫോണൊക്കെ എടുത്തതിൻ്റെ ഒരു ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. പിള്ളേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തിടായിരുന്നു. പക്ഷെ പിള്ളേരും കൂടി ഇല്ലാത്തതുകൊണ്ട് അതും പറ്റുന്നില്ല കേട്ടോ. വയ്യാതിരുന്നുകൊണ്ടൊന്നും നല്ലതായിട്ട് എടുത്തിടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നല്ല ഉഷാറായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. നമുക്കെല്ലാവരും കൈ നിറച്ച് സമ്മാനം തരുന്നില്ലേ. അപ്പം ഞാൻ നമ്മുടെ ഒരു ഫാമിലിയിലുള്ളൊരു ആൾക്കാർക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ചെറുതായിട്ട് ഞാൻ വേണം ഒന്ന് ജസ്റ്റ് കാണിച്ചേട്ടാ നിങ്ങളെ എന്നാ ഗിഫ്റ്റാണ്. അപ്പം ഞാനത് പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി കൊറിയറിൽ രാവിലെ തന്നെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആദ്യത്തെ ഇതിന് തന്നെ അങ്ങ് പൊക്കോളുമല്ലോ. അതിന് വേണ്ടി നമ്മൾ കൈ നിറച്ച് എല്ലാവരോടും സമ്മാനം മേടിക്കുന്നില്ലേ. പക്ഷേ എനിക്ക് സമ്മാനം തരുന്നവരാരും തിരിച്ച് എൻ്റെ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല കേട്ടോ എനിക്ക് സമ്മാനം തരുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ നമുക്കൊരു അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം, ഒരു അത്രയും മനസ്സിന് സന്തോഷമാകും എന്നൊക്കെ തോന്നുന്നവർക്കൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഈ പ്രാവശ്യത്തെ വിഷുവിൻ്റെ ഇതായിട്ട് എൻ്റെ
ഒരു കൊച്ചു ക്യൂട്ട് ഫാമിലിയുടെ ഒരു കുഞ്ഞു ക്യൂട്ട് ഫാമിലി, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അവിടുത്തെ എല്ലാവർക്കും ഉള്ള ഒരു കുട്ടി കിട്ടാം കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അയച്ചിട്ട് വരട്ടെ. പിന്നെ അമ്മുവൊക്കെ പോയിട്ട് സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ചേട്ടായി രാവിലെ തന്നെ കടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വിഷുവിൻ്റെ പിറ്റേ ദിവസത്തെ ശകല വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഇരിപ്പുണ്ട്. അതും പിന്നെ നമ്മുടെ ഇന്നത്തെ കുറേ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് ഓടിപ്പിക്കണ്ട കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ കണക്ക് മഴയായിരുന്നു കേട്ടോ. എന്നും മഴ. ഇപ്പോൾ ഇന്ന് എന്തായാലും ഇച്ചിരി വെയിലുണ്ട്. ഉച്ച കഴിയുമ്പോൾ മഴ പെയ്യാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇച്ചിരി വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ കുരുമുളക് ഇച്ചിരി വെയിലത്തോട്ട് വെച്ചതൊന്ന് വെയിൽ പൊളിക്കാൻ വേണ്ടി. അതെ, എന്തിനാടാ പരസ്യം വായിക്കും മാനേജര്, എന്തിനാ പരസ്യം? അപ്പോൾ ഞാൻ ചേട്ടാ എടുത്തിട്ട് വന്ന കേട്ടോ കടയിലോട്ട്. അപ്പോൾ കണ്ണനെയൊക്കെ കണ്ടിട്ട് ഇത് വലിയ കോടീശ്വരനാണ് നിൽക്കുന്നത്. 1 രൂപ കൈനീട്ടം തരാം. കോടാനുകോടികളുണ്ട് അകത്തി. മാരിക്കൊരു കൊടുക്കുവോ എടാ? 1 രൂപ കൈനീട്ടം തരാത്ത ആളെയാണ് നീ പറയുന്നത്. ആക്ഷേപിക്കട്ടെ, നിർത്തിയ നേരിട്ട് തരുമല്ലോ. ഇപ്പൊ തരണം. കയ്യോടെ കൊണ്ടുപോ. ആ വെളച്ചിന്ന് വരത്തില്ല. ചേട്ടാ ചോദിച്ചു മേടിച്ചു കേട്ടോ. വിഷു കഴിഞ്ഞിട്ട് 2 ദിവസം മനസ്സറിഞ്ഞ് തരണം. വിഷു കഴിഞ്ഞ് ചോദിച്ചു മേടിച്ചു. എങ്ങനെയുണ്ട്? ദൈവമേ, കഴിഞ്ഞിട്ട് കിട്ടി. ചോദിച്ചു മേടിച്ചു. ഇതിന് 2 ദിവസത്തിന് കാപ്പി കുടിക്കുമോന്ന് അറിയത്തില്ല. അതെ കണ്ടോ, എനിക്ക് വിഷുക്കഴിഞ്ഞിട്ട് കിട്ടി. ചേട്ടാ ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് ആരക്കണിയൊന്നും കട കണ്ടാ വന്നേ. ഏതായാലും കൊറിയറിന് 200 രൂപ വേണമെന്ന് പറഞ്ഞേ. അതിനുള്ള പൈസ. അതെ, അപ്പം ചിറയിൽ ഫിനാൻസ് ആണ് കേട്ടോ നമ്മുടെ. ആണോ? അത് നമ്മുടെ സ്വന്തം ചേട്ടനാണ്. ചിറയിൽ ഫിനാൻസിലെ ചേട്ടനാണ് കേട്ടോ. ചേട്ടായുടെ ഫ്രണ്ടാണ്. ഞാൻ വന്നിട്ട് എനിക്ക് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇരിക്കട്ടെ, കിട്ടിയ കാശല്ലേ. ഈ പ്രാവശ്യം വിഷുവിന് ഒരിടത്ത് പോയതുകൊണ്ട് ആരുടെ കയ്യിൽ കഴിഞ്ഞിട്ടും കിട്ടില്ല. സത്യമായിട്ടും കിട്ടില്ല. അത് കണ്ട. അപ്പൊ ഈ വർഷത്തെ വിഷു എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? അതെ, എല്ലാ കാര്യങ്ങളും നടക്കാനുള്ളതാ. അപ്പൊ നോക്കാം. ഓ ചേട്ടാ, ഈ ചേട്ടന്റെ കടയെല്ലാം എടുക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ ക്ലാരിറ്റി? അടിപൊളിയാണോ? ഓ ചേട്ടാ സാധനങ്ങളൊക്കെ ചേട്ടായി പഠിച്ചു വരുന്നു പോലെ. വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊന്നും വിട്ടില്ല, സിമ്മൊന്നും വിട്ടില്ല. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. അതെ. ഓ എന്റെ പോലെ ചേട്ടായി ഡിസ്പ്ലേ ചെയ്തേക്കുന്നതും ഒക്കെ ചേട്ടായി കാണിച്ചില്ല കേട്ടോ. ഓ എനിക്ക് വയ്യ. ചേട്ടൻ മുതലാളിയും കൂടെ ഒന്ന് കാണിക്കട്ടായി. അമ്മൂന്റെ എണ്ണയുടെ പരസ്യം അതെ കാണിച്ച മുതലാളിയുടെ മൊട്ടത്തലയാണ് ഇന്നലെ ആരോട് വിളിച്ചെന്ന് പറഞ്ഞ് കേട്ടായിരുന്നത്. പറയാതെ ഇമ്മ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് സംസാരിക്കാതെ വീഡിയോ മാത്രമേ എടുക്കുക. അതെ അല്ല, ഇനി അത് ഇത് പാടാം. പിന്നെ ഞാൻ വോയിസ് കൊടുക്കണ്ടോ? മാതാവിൻ്റെ അടുത്തോട്ട് കൂടെ വന്നതാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എൻ്റെ മാല ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണമ്മോട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തിരികെത്തിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓർത്തു, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു നോക്കി ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ട് ഇവിടേക്ക് എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് തിരികെ എത്തിക്കട്ടെ കേട്ടോ. ഓരോരുത്തരും പല പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കട്ടെ അമ്മമാതാവ്. അപ്പം നേരത്തെ അമ്മമാതാവിൻ്റെ മുമ്പിൽ വന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ കാണിച്ചു തരാൻ മാതാവിനെ. ഈ ഒരാഴ്ചയെന്ന് പറഞ്ഞാൽ ഒത്തിരി വിശേഷപ്പെട്ട ആഴ്ചയാണ് കേട്ടോ. ഇന്ന് ബുധനാഴ്ചയാണ്. ഇതിപ്പം വീഡിയോ വരുന്നത് പെസഹ വ്യാഴാഴ്ചയായിരിക്കും. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അമ്മ മാതാവിൻ്റെ ഈ പാദത്തെങ്കിലും വെച്ച് ഈ കൈകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. എല്ലാം സാധിച്ചു കിട്ടും ഉറപ്പായിട്ടും. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫോണേ എപ്പോഴും ഹാങ് ആകുമ്പോൾ എൻ്റെ അമ്മ മാതാവേ എനിക്ക് നല്ലൊരു ഫോൺ തരണേന്ന്. കണ്ടോ, അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും അത് കേട്ടോ. എനിക്ക് ഇത്രയും വയ്യാഴിക പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് 2 ദിവസം കൊണ്ട് എൻ്റെ വയ്യാഴികയും കാര്യങ്ങളൊക്കെ മാറി എനിക്ക് നല്ല എനർജിയാക്കി തന്നില്ലേ. അപ്പം ഒത്തിരിയും ഞാൻ ആ മാതാവിൻ്റെ ഉപ്പും ഒക്കെ കഴിച്ചാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ കൃപാസനമ്മ മാതാവിൻ്റെ ഉപ്പും ഒക്കെ കഴിച്ചാണ് ശരിക്കും ആശ്വാസം കണ്ടെത്തിയത് കേട്ടോ. എല്ലാവരും എല്ലാ ആവശ്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുക, അനുഗ്രഹം മേടിക്കുക. ഈ ഒരു പ്രത്യേക ദിവസങ്ങളിലെ അനുഗ്രഹമൊക്കെ ഒത്തിരിയും നല്ലതായിരിക്കും കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ മാതാമ്മയുടെ പള്ളിയുടെ ചാവറ
ധ്യാന സെൻ്ററാണ് കേട്ടോ. ഭയങ്കര അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ഒരു അമ്മ മാതാവുണ്ട്, അവിടെ കൂടെ നമുക്ക് പോകാവേ. ഹെൽമെറ്റ് വെച്ചിരുന്നുകൊണ്ട് തലയൊക്കെ ഒരുമാതിരി ഇരിക്കുക. തലമുടിയൊക്കെ ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവുണ്ട്. അമ്മ മാതാവിനെ നമുക്ക് പോയി കാണാം. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ അമ്മ മാതാവിനെ കാണാനും അപ്പോൾ ഒരു ഭയങ്കര ഒത്തിരി ഒരു അമ്മ മാതാവ് ഏറ്റവും വേദനിച്ച ദിവസങ്ങളൊക്കെയാണല്ലോ ഇത് കൊള്ളിയും ഒക്കെ. അപ്പം അമ്മ മാതാവിൻ്റെ അടുത്ത് ഓടിപ്പോകാവേ. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അമ്മ മാതാവിനെ അവിടെയാണ് വെച്ചേക്കുന്നത്. ഉണ്ടോ, ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കണ്ടോ. ഇതാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് കേട്ടോ. അമ്മ മാതാവിൻ്റെ അടുത്തുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറഞ്ഞു. മക്കളെ എല്ലാവരെയും കാത്തേക്കണേന്ന് പറഞ്ഞു. ഒരു ആവത്തടത്തും വരുത്തരുതെന്ന് പറഞ്ഞു. കണ്ടോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കാരണം എനിക്ക് എൻ്റെ സമാധാനം കണ്ടെത്തുന്ന ഈ സ്ഥലമാണ് അമ്മ മാതാവിൻ്റെ ഈ സ്ഥലം കേട്ടോ. നല്ല രസമില്ല കാണാൻ. നല്ല ചെയ്യുന്ന പള്ളിക്കകത്തോടെ കയറാം. അപ്പം ഞാൻ പോയിട്ടൊക്കെ തിരിച്ചു വന്നു കേട്ടോ. ഇന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇത് എന്നാ പറയുന്നത്, മാതാവിൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു. ഐഫോണൊക്കെ തന്നതിന് ഒത്തിരി താങ്ക്സ് പറഞ്ഞു, നന്ദി പറഞ്ഞു. കാരണം ഐഫോൺ എടുത്തിട്ട് എനിക്ക് ഞാൻ തിരികെത്തിക്കാൻ ഒന്നും പോയായിരുന്നെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ആരാധന, ഇപ്പം നോയമ്പിൻ്റെ സമയമൊക്കെ ആണല്ലോ. അപ്പം ആരാധനയൊക്കെ കഴിഞ്ഞ് ഒത്തിരി ആൾക്കാർ, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ വീഡിയോ എടുത്താൽ ചിലർക്ക് ഇഷ്ടമില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വിഷ്ണുവിൻ്റെ കൂടെ അന്ന് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഐഫോൺ എടുത്തോണ്ട് വന്നേ അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊള്ളായിരുന്നു മാതാവിനെ. അപ്പോൾ ഇന്ന് കൊണ്ടുപോയി മാതാവിനെ കാണിച്ചു എൻ്റെ ഫോണൊക്കെ. എന്നിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു എനിക്ക് ഇത്രയും നല്ലൊരു ഫോണൊക്കെ തന്നതിനൊക്കെ. പിന്നെ പള്ളിക്കകത്ത് 2 പള്ളി ഉണ്ട് കേട്ടോ. പഴയ പള്ളി, ഇപ്പോൾ പുതിയൊരു ഒരു എന്നാ ഇത് പറയേണ്ടതെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. 2 പള്ളിയുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ 2 അടുത്ത് ഞാൻ കയറി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറാനായിട്ട്, നല്ലൊരു വർഷമാക്കി മാറ്റാനായിട്ട് ഒക്കെ പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേനുവേ എല്ലായിടത്തും എന്ന് പറഞ്ഞ കണക്ക് പനിയും കാര്യങ്ങളും വയ്യാഴികയും ഒക്കെ ആയിട്ട് ഓരോരുത്തർ കുറേ ദിവസങ്ങൾ വിഷമിച്ചേക്കുന്നതൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നത്. 7 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പനി പിടിച്ചിട്ട് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ എനിക്ക് 2 ദിവസമല്ലേ പനി പിടിച്ചുള്ളൂ, 2 ദിവസം ആവശ്യതയല്ലേ ആയുള്ളൂ. ഓരോ രീതിയിലേ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, ആശുപത്രി പോവുക, ഇതൊക്കെ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഞാൻ തന്നെ എണീറ്റ് ചുക്ക് കാപ്പി അതൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ മരുന്നൊക്കെ കഴിച്ച് വീട്ടിലുള്ള ഡോളോയും പാരസെറ്റമോളും എന്നാ പറയുന്നത് സിട്രിസിനും ഒക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ ഓക്കെ ആയില്ലേ. അതൊക്കെ അമ്മമ്മ തന്നെ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതലുണ്ടല്ലോ, എനിക്ക് ഇച്ചിരി ഒരു തൊണ്ടയ്ക്ക് പ്രശ്നമെന്നൊക്കെ കാണുമ്പോൾ ഞാൻ ഓടി വന്ന് അമ്മമ്മതാവിൻ്റെ ഉപ്പ് എടുക്കും. എൻ്റെ തേൻ കഴിഞ്ഞു പോയി. ഇനി എനിക്ക് ഉപ്പ് ഒത്തിരി ആയി, കൃപാസനത്തിലോട്ടൊന്ന് പോയിട്ട് ഇനി ഇപ്പോൾ നമുക്കൊന്ന് പോകണം. അപ്പോൾ ആ ഉപ്പെടുത്ത് ലേശം കഴിക്കും. അങ്ങനെയൊക്കെ എനിക്ക് നല്ല ആശ്വാസവും കാര്യങ്ങളും കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മമാതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഒത്തിരി സന്തോഷമായി. പിന്നെ ആണെങ്കിൽ അമ്മേനെ വിളിച്ചിട്ട് അമ്മയ്ക്കാണേലും വയ്യാതിരിക്കുമായിരുന്നു. അമ്മയ്ക്ക് എന്തോ വയറിനൊക്കെ സുഖമില്ല, അഴുകിയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു. വിഷു ഒക്കെ ആയതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ആരും വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ല. കുട്ടായിയൊക്കെ രാവിലെ അമ്പലത്തിൽ പോയി അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ സന്തോഷം, എല്ലാവരും കണിയൊക്കെ വെച്ചു. പക്ഷേ വെക്കാൻ പറ്റുന്നവർക്ക് കണിയും കാര്യങ്ങളൊക്കെ വെച്ചു. എന്നാലും വലിയൊരു ആർഭാടമായിട്ട് ഇപ്പം ഇന്ന് സിന്ധു വിളിച്ചിട്ട് പറയായിരുന്നു, നീയും വന്നില്ല, നീയേലും വരുമെന്ന് പറഞ്ഞു. നീയും വന്നില്ല, ആരും ഇല്ലായിരുന്നടി, അതുകൊണ്ട് ഞങ്ങളും ആഘോഷിച്ചില്ലെന്ന്. അവളുടെ ചേർത്തിയൊക്കെ കോഴിമലയെന്ന് വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, പക്ഷെ അവരും വന്നില്ല. ഇന്ന് ഞാൻ ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ. ഇടിയെന്ന് വെച്ചാൽ ഭയങ്കര ഇടിയേ. മഴ ചാറി. ചേച്ചി എന്നെ വിളിച്ചു, ഞാൻ എന്നാ നോക്കണ്ടേ വന്ന് വിളിച്ചു നോക്കിയപ്പോൾ ചക്കച്ചോള നമ്മുടെ കുഞ്ഞാഞ്ഞേട്ടൻ കൊണ്ട് കൊടുത്താൽ കേട്ടോ ചേച്ചി. അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ചേച്ചിക്കറിയാം. അപ്പോൾ ചേച്ചി തന്നാൽ ഭയങ്കര കാറ്റും ഇതെന്നാന്ന് എനിക്കറിയില്ല. എന്താ ഒന്നേ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് സാധാരണ ഒരു മഴയും ഇടിയൊക്കെ ഉള്ളതാണല്ലേ. എൻ്റെ അമ്മ മഴ പെയ്യട്ടെ, ഇടിയൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയാന്നല്ലേ. ആർക്കും ഒരാപത്ത് വെള്ളത്തൊന്നും വരാതെ. മേഘമൊക്കെ വയ്ക്കും, ഭയങ്കര കാർമേഘം കയറിയിട്ടേ ഉണ്ടോ എൻ്റെ പൊന്നെ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇടിയും മഴയും. അപ്പോൾ ഇവനെ കൂടെ എന്നാൽ താത്തിട്ടിട്ട് പോയേക്കാം, കയറി അകത്തോട്ട്. പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ നല്ല ശക്തിക്ക്. ഇന്നലെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചാറില്ലായിരുന്നു.
പിന്നെയാണ് കുമാരി ചേച്ചി രാവിലെ ഇറങ്ങി വന്നു കേട്ടോ. ഇന്നലെ വീഡിയോ കണ്ട ഉടനെ ഇറങ്ങി വന്നേ. എൻ്റെ തന്നെ എനിക്ക് നിനക്ക് വിളിച്ചാൽ പോരായിരുന്നോ, ഞങ്ങൾ ചോറ് കൊണ്ട് തരത്തില്ലായിരുന്നോ, അപ്പടി എവിടെയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുമാരി ചേച്ചി ആരെയും ഞാൻ മനഃപൂർവ്വം പറയാൻ ഞാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് പറഞ്ഞാലും ചോറും ഇതൊക്കെ കൊണ്ടുത്തരും എനിക്കറിയാം. പക്ഷേ എൻ്റെ ഈ പകർച്ചപ്പനിയാണോ തരത്തില്ല, അത് നിങ്ങൾക്ക് ആർക്കും കിട്ടണ്ടല്ലോ എന്ന് കരുതി അത് പറഞ്ഞു കേട്ടോ. കാരണം കുറേ ദിവസമായിട്ട് അയൽപക്കത്തൊക്കെ ഉള്ള ഓരോ വീടുകളിലും പനിയായിട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പം നമുക്ക് വയ്യാത്ത ഒരു അസ്വസ്ഥത നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാ, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാണ്ടൊക്കെ ഇരുന്ന് ഇവിടെ തന്നെ അടച്ചുകൂടി അങ്ങോട്ട് ഇരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് മാറുകയും ചെയ്തു. വേറെ ആർക്കും പകർന്നും ഇല്ലല്ലോ, അത് സാരമില്ല കുമാരി ചേച്ചി ഇത് പറഞ്ഞു. അപ്പോൾ അവരും പറയാം ഈ പ്രാവശ്യം വിഷു ഒന്നും ഒരു വലിയ കാര്യമായിട്ട് വെച്ചില്ല, കീർത്താമസമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വിഷുവൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാം സിന്ധുന്ന്. അങ്ങനെ അപ്പം രാവിലെ തന്നെ കുമാരി ചേച്ചിയും കണ്ണനും ജീനനും ഒക്കെ ഇന്നലെ ഇറങ്ങി വന്നു. ഈ പറഞ്ഞോണക്ക് അവർക്കൊക്കെ ആണെങ്കിലും പിള്ളേർക്ക് വീഡിയോയ്ക്കകത്ത് നിൽക്കാനായിട്ടേ, പിള്ളേർ വളർന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് അവരുടെ ഓരോ വളർച്ചയുടെ സ്റ്റേജിലും അവർക്ക് താല്പര്യം ഇല്ലാതെ വരും. അപ്പം നമ്മൾ നിർബന്ധിച്ച് ഞാൻ എന്നാളും പറഞ്ഞില്ലേ, ആരും ഞാൻ വീഡിയോയ്ക്കകത്ത് നിർബന്ധിച്ച് ഞാൻ നിർത്താനായിട്ട് ഇത് നിൽക്കത്തില്ല. എനിക്ക് എന്നാന്ന് വെച്ചാൽ ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ സമ്മതിച്ചു, അല്ലാണ്ട് നമുക്ക് അങ്ങനെ നിർബന്ധിച്ച് ഇതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നേരത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പം ഇല്ലല്ലോ, ആരെയും അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ ആർക്ക് വരുന്നോ ആർക്കൊക്കെ താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ കാണത്തുള്ളൂ കേട്ടോ വീഡിയോയ്ക്കകത്ത്. ഇപ്പോൾ കുട്ടിപ്പെണ്ണാളങ്ങളൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിലും അവർക്കും ഇഷ്ടമുണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങനെയാണ് കേട്ടോ. അതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് വിശേഷം കാര്യങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ഇന്ന് വിഷുവായിട്ട് എനിക്ക് ഈ പ്രാവശ്യം ഞാൻ ആർക്കും എന്നാ പറയുന്നത് കൈനീട്ടവും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല. ചേട്ടായിക്ക് ഒരു 500 രൂപ കൊടുത്തു, കിങ്ങിണിമോക്കും അമ്മൂനും വിഷ്ണുവിനും അങ്ങനെ 2000 രൂപ കൈനീട്ടം കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരു വെള്ളി രൂപ പോലും എനിക്ക് ആർക്കും കൈനീട്ടം കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. ആരും ഇങ്ങോട്ടേക്ക് വന്നുമില്ല, നമ്മളൊരിടത്തോട്ടും പോയുമില്ല. അമ്മയ്ക്ക് പോലും കൊടുത്തില്ല. സാധാരണ അമ്മയ്ക്ക് എല്ലാ പ്രാവശ്യം കൊണ്ട് കൈനീട്ടം കൊടുക്കുന്ന, കൈനീട്ടം ഒരു പുത്തന് വേണ്ടിലൊക്കെ മേടിച്ച് കൊടുക്കുന്ന കൊടുത്തില്ല. പക്ഷേ ഇടയ്ക്ക് അമ്മയുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ പോയായിരുന്നു. വിഷു ഒന്നും അല്ല, അതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് പോയി അമ്മയുടെ അടുത്ത് കയറി പോകുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഞാൻ എന്നെ പറ്റുന്നത് ചെയ്ത് കൊടുക്കും. അതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും വലുതല്ലേ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് തോന്നിയ എനിക്ക് ആഗ്രഹമുള്ള ഒരു എന്നാ പറയുന്നത് എൻ്റെ സ്നേഹനിധിയായ ഒരു ഫാമിലിക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു കുഞ്ഞു ഫാമിലിക്ക് എന്നെക്കൊണ്ടാകുന്നത് ഈ പ്രാവശ്യം വിഷു കഴിഞ്ഞിട്ട് ആർക്കും കൊടുക്കാതെ വെച്ചിരുന്നത്. താഴെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വർഷവും കൊടുക്കുന്നത് അതും പോലും കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പനി ഓർത്തിട്ടാണ് ഞാൻ ആരെയും വിളിച്ച് കയറ്റാണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നിയ ഒരു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കൂടെ വാങ്ങിച്ച് ഒരു കുഞ്ഞു ഫാമിലിക്ക് അയച്ചു കൊടുത്തു എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ ചെയ്തിട്ട് വന്ന് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു. നല്ല ആരോഗ്യമായിട്ട് നല്ല കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരാം, ഓരോരോ വീഡിയോസും ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം വരെ നിൽക്കുന്ന പോണൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക, കയറ്റിക്കൊണ്ട് വരിക, ഇതൊക്കെയേ പറയാനുള്ളൂ. പിന്നെ ദുഃഖവെള്ളിയും ദുഃഖശനി ഈസ്റ്ററും ഒക്കെയാണ് വരുന്നത്. എല്ലാവരും എല്ലാത്തിൻ്റെയും ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ ആചരിക്കുക, ആഘോഷിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ പെസഹ വ്യാഴാഴ്ച അപ്പം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്, ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇഡ്ഡലിയപ്പം. അപ്പോൾ ആരെങ്കിലും തരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ആ ഒരു ദിവസം അത് കിട്ടുമ്പോൾ ആ ഒരു വർഷം മൊത്തം ഒരു അസുഖം വരികയില്ല അത് കഴിച്ചാൽ എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമൊക്കെയാണ് എനിക്ക് കേട്ടോ. അപ്പോൾ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു സന്തോഷം നിറഞ്ഞ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിലും അവലോണ്ട് തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.